ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും കേട്ട ന്യൂസായിരുന്നു ഗ്രീമയും അതോടെ തന്നെ അമ്മയും ഉണ്ടെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്നുള്ളൊരു കാര്യം. അതിന് ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു കത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു, തൻ്റെ ഭർത്താവ് കാരണമാണ് ഇതേ കണക്കുള്ളൊരു കാര്യം ചെയ്യുന്നതെന്ന്. ആ സമയത്ത് ഒരുപാട് പേർക്ക് എന്തോ കാര്യം എന്നൊന്നും അറിയാതിരുന്ന സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഇവർ കല്യാണം കഴിച്ച സമയത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഗ്രീമയും അതോടെ തന്നെ ഉണ്ണികൃഷ്ണനും ഇതേ കണക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ PhDക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ വിദേശത്ത് പഠിക്കുകയായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ 4-5-6 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് ഈ ഒരു അന്ധവിശ്വാസം പോലെ ഉണ്ടെങ്കിൽ തൻ്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഒരു ഐശ്വര്യമില്ല, അതുകൊണ്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വട്ടം അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വട്ടം നാട്ടിലുള്ള ഒരു ഫംഗ്ഷനിലുണ്ടെങ്കിൽ ഇതേ കണക്ക് അമ്മയും മോളയും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നാണം കെടുത്തുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ഇതേ കണക്കുണ്ടെങ്കിൽ വിഷം കഴിച്ചുകൊണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇന്നത്തെ നാട്ടിൽ നമ്മളെ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഇത് കണക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്ന് എന്തെങ്കിലും ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നത്. ഇത് കാരണമാണ് അത് കാരണമാണെന്നുള്ള രീതിയിൽ പറയുന്നതല്ലാതെ നമ്മളെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെന്ന് പറയാൻ ആൾക്കാർ തയ്യാറാവത്തില്ല. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതിനകത്തുള്ള അന്ധവിശ്വാസത്തിന് പിറകെ പോകാതെ നിൽക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും പണി നോക്കുന്നതാണ് നല്ലത്. അങ്ങനത്തുള്ള ഓരോരോ അന്ധവിശ്വാസം കാരണം ഇതിനകത്തുള്ള ഓരോരോ പാവങ്ങളുടെ ജീവനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.